മോളെ, കല്യാണം കഴിഞ്ഞ പെൺകുട്ടികളൊക്കെ ആവേശത്തോടെ വീട്ടിൽ വന്ന് നിൽക്കുന്നതേ അവരുടെ അച്ഛനമ്മമാർക്കൊക്കെ ആരോഗ്യമുള്ളപ്പോഴാ, വീട്ടിൽ കാരണവന്മാരെ രക്ഷിക്കാനുള്ളപ്പോഴാ. അവരുടെയൊക്കെ കാലശേഷമുള്ള ജീവിതത്തെ പറ്റിയാണ് മോള് ചിന്തിക്കേണ്ടത്. അതുകൊണ്ട് ഞാൻ എന്ത് വേണോന്ന് അച്ഛനീ പറയുന്നേ? ഞാൻ കഴിവില്ലാത്ത ഭർത്താവിന്റെ പിന്നാലെ പോണോ? അതോ എന്റെ താഴെ ജീവിച്ച ഒരുത്തിയുടെയും അവളുടെ ഭർത്താവിന്റെയും മേൽക്കോയ്മ അംഗീകരിച്ചുകൊണ്ട് നമ്മുടെ തല താഴ്ത്തി ജീവിക്കണോ? ഞാൻ പോവത്തില്ല. മോളെ, ഞാൻ പറയുന്നൊന്ന് കേക്ക്. മോളെ വായോ, ഇങ്ങോട്ട് വായോ. ഓടി വാ. ഇത് മുത്തശ്ശി നെറ്റ് തൊടട്ടെ. ഞാനേ നന്നായിട്ട് പ്രാർത്ഥിച്ചു മോളെ, മനസ്സുരുകി പ്രാർത്ഥിച്ചു. ഒരുത്തി മുടിഞ്ഞു പോകാനും മോള് നന്നാവാനും വേണ്ടിയിട്ട്. പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച് അവളാ നന്നായിക്കൊണ്ടിരിക്കുന്നെ. എടാ പ്രതാപ, ഞാൻ അമ്പലത്തിൽ ചെന്നപ്പോഴേ അവൾ അവിടെ ഉണ്ടായിരുന്നടാ, മഹാലക്ഷ്മി. അവള് ദൈവങ്ങളെ വട്ടം പിടിച്ചിരിക്കല്ലേ. മോളെ, മോൾ അമ്പലത്തിലൊന്നും പോകുന്നില്ല. അതിന്റെ കുഴപ്പം മോളുടെ ജീവിതത്തിലുണ്ട്. എനിക്ക് വേണ്ടിയിട്ട് മുത്തശ്ശി പോകുന്നുണ്ടല്ലോ, എന്നിട്ട് അതിന്റെ പ്രയോജനമൊന്നും കിട്ടുന്നില്ലല്ലോ. കല്യാണത്തിന് മുമ്പ് ഞാൻ അമ്പലത്തിലൊന്നും പോവില്ലായിരുന്നു. അന്ന് പക്ഷേ എനിക്കായിരുന്നു ഐശ്വര്യം കൂടുതലും. പിന്നെ എന്റെ കല്യാണം കഴിഞ്ഞപ്പോ ആ ദൈവങ്ങളൊക്കെ മാറി ചിന്തിച്ചു തുടങ്ങി. എടാ പ്രതാപ, അവളവിടെ വന്നത് ഒറ്റയ്ക്കല്ലടാ, അവളോടൊപ്പം വേറൊരുത്തരും കൂടെ ഉണ്ടായിരുന്നു, സുമുഖനായ ഒരു ചെറുപ്പക്കാരൻ. അതാ സാഗറ. ആ, ഏത് സാഗരമായാലും കൊള്ളാം. അവളും അവനും കൂടെയുള്ള പോക്ക് കണ്ടിട്ടേ എനിക്ക് അത്ര പന്തിയായിട്ട് തോന്നിയില്ല. ഭർത്താവായിട്ട് ഒരുത്തനെ വെച്ചിട്ട് കാമുകനായിട്ട് വേറൊരുത്തനെ പിടിച്ചിരിക്കുകയായിരിക്കും. അങ്ങനെ തന്നെ എല്ലാരും പറയുന്നത്. അയാള് അവളുടെ കാമുകൻ തന്നെയാ. അങ്ങനെങ്കി അങ്ങനെ ആയിക്കോട്ടെ മോളെ. അവനൊപ്പം അവളങ്ങ് ഒളിച്ചോടി പോയിക്കോട്ടെ. എടാ പ്രതാപ, അതിൽ ചില കുഴപ്പങ്ങളുണ്ടടാ. എന്തുവന്നേ? എടാ, അവൾക്കൊരു കാമുകനുണ്ടെങ്കിൽ പിന്നീട് അതൊരു വലിയ തലവേദനയാകുവാടാ. എടാ, നാളെ അവള് വിശേഷം അറിയിച്ചു കഴിഞ്ഞ കണ്ണച്ചാരി മിണ്ടാനൊന്നും പോകുന്നില്ല. അവൾക്ക് ജനിക്കുന്ന കുഞ്ഞിനെ സ്വന്തം കുഞ്ഞായിട്ട് കരുതും അവൻ. അതോടെ നമ്മുടെ മോൾക്ക് ജനിക്കുന്ന കുഞ്ഞുങ്ങളുടെ കാര്യം പരുങ്ങല്ലായി പോകും. അതിപ്പോ ഞാൻ അത്രയും കടന്ന് ചിന്തിച്ചില്ല അമ്മേ. ആ, ചിന്തിക്കണം. കാമുകനൊപ്പം അവൾ ഒളിച്ചോടിപ്പോയാൽ കുഴപ്പമില്ല. പകരം നമ്മൾ ഭയക്കുന്ന പോലെ സംഭവിച്ച പിന്നെ അന്യന്റെ കുഞ്ഞിനെയും നമ്മുടെ മോള് സഹിക്കേണ്ടി വരും. ഇതിപ്പോ ഒന്നും പറ്റാത്തൊരവസ്ഥയായി പോയില്ല അമ്മേ. എടാ, ഞാൻ മനസ്സിലാക്കിയെടുത്തോളം കണ്ണച്ചാർക്ക് ഒരു സഹായമായി ഇപ്പൊ വേണ്ടത്, ഒരു കൂട്ട്. അതിനൊരുത്തേ കിട്ടി. അവള് പിന്നെ എങ്ങനെ നടന്നാലും അവന് കുഴപ്പമൊന്നുമില്ലടാ. പിന്നെ അത്യാവശ്യം വീട്ടിലെ പണികളൊക്കെ എടുത്ത് നടക്കുന്നവളായിരുന്നല്ലോ ലക്ഷ്മി. അതുകൊണ്ട് അവൾക്ക് ഈ ജീവിതം ലോട്ടറി അടിച്ച പോലെയാടാ. അതോ എനിക്ക് സഹിക്കാൻ പറ്റാത്ത. ഉണ്ണിക്കുട്ടനാ മോളെ. ആണോ? എന്തിനാ ഉണ്ണിമാങ്ങ വരുന്നേ? അയ്യോ, അങ്ങനെയൊന്നും പറയല്ലേ മോളെ. ആരെന്ത് പറഞ്ഞാലും ഉണ്ണിക്കുട്ടനെ മോളിങ്ങനെയൊക്കെ പറഞ്ഞാ ഞങ്ങൾക്കത് സഹിക്കാൻ പറ്റത്തില്ല കേട്ടോ. എന്താ ഉണ്ണി, സ്വന്തമായിട്ട് നെക്ലസ് വല്ലതും വാങ്ങിച്ചോണ്ട് വന്നാണോ? ഞാൻ ഇനി ഒരു മത്സരത്തിനില്ല. ഒരു നെക്ലസ് ഏട്ടനും ഏട്ടത്തി എനിക്ക് വാങ്ങി തന്നിട്ട് എന്നെ ചതിച്ചതാ. മനസ്സിലായല്ലോ, നിന്റെ ചേട്ടൻ ഒരു ചതിയനാണെന്ന് ഇപ്പൊ മനസ്സിലായല്ലോ. എന്നിട്ടും ഏട്ടന്റെ അനിയന് ഏട്ടനെ കുറ്റപ്പെടുത്തുന്നത് ഇഷ്ടമല്ലല്ലോ. ഞാൻ തർക്കത്തിനും വഴക്കിനൊന്നും വന്നതല്ല, കരുണയെ വിളിച്ചോണ്ട് വന്നതാ.
ഞാൻ വരുന്നില്ല. ഏട്ടന്റെ ചെലവിൽ കഴിയുന്ന ഒരു അനിയനൊപ്പം ജീവിക്കാൻ എനിക്ക് മനസ്സില്ല. മോളെ, ഈ കാര്യത്തില് അച്ഛനും മുത്തശ്ശിയും തടസ്സമൊന്നും പറയരുത്. ഇങ്ങനൊരു ജീവിതം മോഹിച്ചല്ല ഞാൻ അങ്ങോട്ട് കയറി ചെന്നത്. അത് ആദ്യ ദിവസം തന്നെ ഞാൻ ഉണ്ണിയേട്ടനോട് വ്യക്തമാക്കിയതാ. ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ, ആസ്വദിക്കൂ.